ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് കുറച്ച് പട്ടുപാവാടയെല്ലാം വാങ്ങിയിട്ടോ. അതായത് മക്കൾമാർക്ക് രണ്ടുപേർക്കും കൂടിയാണ് വാങ്ങിയത്. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത കളറ് വയലറ്റ് ആയിരുന്നു. പക്ഷെ വന്നപ്പോൾ അത് റെഡായിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും അത് തിരിച്ചു വിടാനുള്ളത് രണ്ടുപേർക്കും കറക്റ്റ് ഫിറ്റിംഗ് എല്ലാമാണ്. പക്ഷെ നമുക്ക് ഓണ സെലിബ്രേഷന് കോഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് പറ്റത്തില്ല. പിന്നെ ഇന്ന് വിചാരിച്ചു റൂമെല്ലാം അടിച്ചൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ബെഡ്റൂം അടിച്ചിറക്കി ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയേക്കാണ്. ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളിയാണ് ഇവിടെ നിന്ന് നോക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതെല്ലാം അടിച്ചിറക്കി ക്ലീൻ ചെയ്ത സമയത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവരുടെയും വീട്ടിലറിയാലോ, ഇപ്പോൾ മഴയെല്ലാം ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും തുണികളെല്ലാം ഇങ്ങനെ ഉണക്കാനായിട്ട് വീടിനകത്ത് തന്നെ ഇട്ടിട്ട് ആകെ ഒന്ന് എന്താ പറയുക, ഒരു വൃത്തിയില്ലാണ്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ റൂമിന് അടുത്തത് അടിച്ച് വാരി എടുക്കാനുള്ളതാണ്. ഇവിടെയും അതുപോലെ തന്നെയായിരുന്നു. എല്ലാവരും ഇങ്ങനെ അവിടെ ഇവിടെ സ്റ്റാൻഡിലൊക്കെ മൊത്തം തുണിയായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് വെയിലെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളതെല്ലാം ഉണക്കി മടക്കി കയറ്റി. അപ്പോൾ പിന്നെ വിചാരിച്ചു വീട് മൊത്തത്തിലൊന്ന് ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി എല്ലാ സ്ഥലവും ചെയ്താണ് ഹാള് നമ്മുടെ. അപ്പോൾ ഇവിടെയൊക്കെ ഈ കിടക്കുന്ന ഡ്രസ്സ് കണ്ട് ഇത് അവരുടെ കൂടെ തന്നെ എനിക്ക് കറക്റ്റായിട്ട് വയലറ്റ് വന്നു, അവർക്ക് വയലറ്റ് വന്നില്ല. അവർക്ക് വന്ന കളറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചില്ലേ നേരത്തെ, ആ റെഡ് കളറാണ് കിട്ടിയത്. അതിൻ്റെ ഇടയിൽ കിച്ചണിലെ ജോലിയും കൂടി നടക്കുന്നുണ്ട് കേട്ടോ. കിച്ചണിലാണെങ്കിൽ ഇപ്പോൾ ഇതേ കറി വെച്ച് ഞാൻ പുതിയാപ്പിളയാണ് കിട്ടിയത്. ഇതേ കറി വയ്ക്കുന്നുണ്ട്, മുളക് ചാറാണ് വയ്ക്കുന്നത്. എളുപ്പത്തിൽ വേകാൻ വേണ്ടിയിട്ട് ഇതേ റേഷൻ അരീൻ്റെ ചോറ് വെച്ചിട്ടുണ്ട്. കാരണം ഈ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആകെ ടയേർഡായിപ്പോൾ ഒന്ന് കുളിച്ച് വന്നിരുന്ന് ഫുഡ് കഴിക്കാനായിട്ടുള്ള സമയം ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഫുഡിൻ്റെ അടുത്തേക്ക് എത്താമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നല്ല അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ടൈം പിടിക്കും അത് കുക്കായി വരാനായിട്ട്. ഇപ്പോൾ അതേ ബാത്റൂമും എല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സമാധാനമാണ്. ഈ ബാത്റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2 ഡേയ്സ് കൂടുമ്പോൾ കഴുകണം. ബിക്കോസ് ഇത് കുട്ടികൾ ഉപയോഗിക്കുന്ന ബാത്റൂമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. കുട്ടികൾ അവിടെ ഇരുന്ന് നല്ല കളിയിലാണ്. ഇന്നിപ്പോൾ മഴയൊന്നുമില്ലാത്ത ദിവസമാണ്. പക്ഷേ എപ്പോഴാണ് ഇനി മഴ വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ആഗസ്റ്റ് 15 അടുക്കുകയല്ലേ. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ആഗസ്റ്റ് 15 എപ്പോഴും നല്ല വെള്ളപ്പൊക്കത്തിലും വെള്ളത്തിലൊക്കെയാണ്. അപ്പോൾ എങ്ങും അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഇതേപോലെ വെയിലായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളുടേതല്ലാത്തത് വരുമ്പോൾ നമുക്കത് വെറും കാഴ്ചയാണ്. പക്ഷേ ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. കാരണം 2018 വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് മുങ്ങിപ്പോയി. നമ്മളുടെ അടുത്ത് എന്തെല്ലോ സാധനങ്ങൾ ഉണ്ടായിരുന്നോ അതെല്ലാം നഷ്ടപ്പെട്ടിട്ട് എല്ലാം ഇപ്പോൾ തിരിച്ച് രണ്ടാമത് പിടിച്ചേക്കുന്നതാണ്. കാരണം നമ്മൾ അത്രയും ബുദ്ധിമുട്ടിലായിപ്പോയ ഒരു സമയമാണ്. കാരണം നമ്മൾ കണ്ണടച്ച് തുറക്കും മുമ്പേ വീടിനകത്ത് വെള്ളം അങ്ങ് കയറി. അപ്പോൾ ഫ്രിഡ്ജ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ, അതായത് നമ്മുടെ സൺസൈഡ് വരെ വെള്ളം കയറി. അത്രയും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഒരു 5 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്, 5 ഡേയ്സൊക്കെ ആയപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ആ വീടിനകത്തേക്കൊന്ന് കയറാൻ പറ്റിയത്. പിന്നെ കുറേ ഇഴജന്തുക്കൾ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം അത്ര അങ്ങനെ വന്നൊന്നുമില്ല. അവിടെ നിന്ന് നമ്മൾ മാറി, ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മൾ ഇവിടെയാണുള്ളത്.